ആർക്കിടെക്ചർ അത് ബിടെക്കിന് അണ്ടർ വരുന്നതല്ല കേട്ടോ. ബി ആർക്ക് പറഞ്ഞ വേറെ തന്നെ. ബിടെക് ജെയ് ബി ആർക്കിൻ്റെ ഉണ്ട്. അത് രജിസ്ട്രേഷനിലൊക്കെ വരുമ്പോൾ മനസ്സിലാവും. ബിടെക്കും ഉണ്ട് ബി ആർക്കും ഉണ്ട്. രണ്ടിനും രജിസ്റ്റർ ചെയ്യാം, ഏതോ ഒന്നിനെ മാത്രം രജിസ്റ്റർ ചെയ്യാം. ബി ആർക്കിൽ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എലി ഒരു റൂമിലേക്ക് കയറി വരിക. യൂസ് ചെയ്ത് അങ്ങനെ കുറെ ചിലത് കുറച്ച് കോമേഴ്സ് വരയ്ക്കാനുള്ളതുണ്ടാവും. പിന്നെ ഈ ഉൾഭാഗം അല്ല അത്യാവശ്യം തിരക്കുള്ള അത് നമ്മൾ വരയ്ക്കുക. അത് സംഭവം പിക്ചറൈസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാനുള്ള സ്കിൽസ് ആണ്. ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ബി ആർക്കിനും കൂടി കൊടുക്കുക നല്ലൊരു ഓപ്ഷനാണ്. ഇത് 4 കൊല്ലം ബിടെക് ആണെങ്കിൽ അത് 5 കൊല്ലം ഉണ്ടാവും. പിന്നെ ബി പ്ലാനിങ്, പിന്നെ എന്താ പറയുക, ഡുവൽ ഡിഗ്രി എന്ന് പറഞ്ഞ കോഴ്സ് IIT തുടങ്ങിയില്ലേ? ഡുവൽ ഡിഗ്രി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതായത് BSMS അങ്ങനെ എന്തോ ഒരു 2 കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ. പിന്നെ ഇന്റഗ്രേറ്റഡ് ഫിസിക്സ് ഉണ്ട്. ഫിസിക്സ്, ഇന്റഗ്രേറ്റഡ് ഫിസിക്സ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മളൊരു ബിടെക് എടുത്ത് വിചാരിക്കും. ഇപ്പം ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്. എനിക്ക് സെക്കൻഡ് ഇയർ അല്ല തേർഡ് ഇയർ ആകുമ്പോൾ മൈനർ കോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഏത് ബ്രാഞ്ച്, ഇഷ്ടമുള്ള ഏത് ബ്രാഞ്ചെന്നും ആ കൺസേൺ ഫാക്കൽറ്റിൻ്റെ എന്താ പറയുക സമ്മതം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു കോഴ്സ് എടുത്ത് പഠിക്കും. അപ്പോൾ എനിക്ക് CS നിന്ന് AI പഠിക്കാമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെക്കിന്ന് ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ മൈനർ കോഴ്സ് വഴി പഠിക്കാം. അതിന് ക്രെഡിറ്റ്സും ഉണ്ട്. അങ്ങനെ വേറെ കുറേ കോഴ്സുകളുണ്ട് IIT-യിലുണ്ടെങ്കിലും. ബി ആർക്കിന് നല്ല ഓപ്ഷനാണ്. ഒറ്റയ്ക്ക് ഇരിക്കരുത്, അടുത്ത് നിൽക്കുന്ന ആളോട് പെൻസിലില്ലേ നല്ല ഷാർപ്പൻ ചെയ്തിട്ട് അടുത്ത ആളെ കൈ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓർമ്മ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ആളെ കൈ കൊടുക്കും. ഒന്നും നോക്കണ്ട, ഉറങ്ങി അപ്പം കുത്തിക്കുമെന്ന് പറയും. അപ്പൊ എന്താ വെച്ചാൽ ഉറങ്ങാൻ നമുക്ക് തന്നെ പേടിയുണ്ടാവും. ഇവന് പണ്ടത്തെ ദേഷ്യം വെച്ചിട്ട് നല്ല കുത്തവും കുത്തുന്നുണ്ടോ. അത് പറ്റൂല. മാറിയിരിക്കണം, ആദ്യം മാറി വേറെ ഇരിക്കണം. ഉറങ്ങാണ്ടിരിക്കാൻ അതായത് ഈ സബ്ജക്റ്റിലേക്കുള്ള എന്താ പറയുക ഇൻട്രസ്റ്റ് കുറയുമ്പോഴാണ് ഒരാൾ ഉറങ്ങുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫിലിം കാണും, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ്. അപ്പോൾ ഞാൻ ഉറങ്ങും, അത് കണ്ടിരിക്കല്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഉറക്കം കൂടാ. അപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് സ്വയം വന്നില്ലെങ്കിലും നമ്മൾ വരുത്തുക. എനിക്കിതിൻ്റെ ആവശ്യമുണ്ട്, ഇതില്ലാണ്ട് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വരുത്തുക. എന്നിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് കിട്ടാൻ രാത്രി കുറഞ്ഞാൽ എന്താ മെന്റലി എന്താ കിട്ടുകയായിരിക്കും. ക്ലാസ് പറഞ്ഞ് ഉള്ളത് പോവുക അല്ലാണ്ട് ഫുഡൊക്കെ കഴിച്ചാൽ ഉണ്ടാകുക. ട്രെയിനിങ് വേണ്ട സാധനങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് സന്തോഷം, കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ടോപ്പർ ഉണ്ട് റിയാദിനോ എന്ന് പറഞ്ഞിട്ടുള്ള. ഇപ്പോൾ AFMC-യിലാണ് പഠിച്ചത്. അവിടെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാന്നല്ല. സാറന്മാർക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇവിടെ അവന് ഉറങ്ങി തിരിഞ്ഞു. അപ്പോൾ ആഷിഖ് സാർ പറയും ഉറങ്ങിക്കോ, കൂർക്കം വലിക്കരുത് എന്ന് പറയും. അപ്പോൾ ചിലത് ശീലം വെച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാം. പക്ഷെ മേക്ക് ഷുവർ ക്ലാസ്സിലെടുക്കുന്ന കണ്ടന്റ് ഒക്കെ റെഡി ആയിട്ട് പോയിട്ടുണ്ടെന്ന് ഉറപ്പ്. പറഞ്ഞില്ലേ ഉറങ്ങുന്ന കാര്യം 2 മണി വരെ ഇരുന്ന് ചെയ്യും, എന്നിട്ട് കിടക്കും. ഉമ്മ വെച്ചാൽ സുബൈസ് കേൾക്കും, അല്ലേ പിന്നെ കിടന്നുറങ്ങി സ്കൂൾക്ക് പോകുമ്പോൾ നമുക്കിപ്പോ രാത്രി കുറെ നേരം ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ കുറച്ച് ലേറ്റ് ആയി നീറ്റ് പഠിക്കും. അങ്ങനെ ഇപ്പം ഡോപ്പിൽ ആണെങ്കിൽ നമുക്ക് അവിടെ 2 ബാച്ച് ഉണ്ട്, മോർണിംഗ് ബാച്ച് നൈറ്റ് ബാച്ച്. നൈറ്റ് ബാച്ച് പറയുമ്പോൾ നിങ്ങൾ രാത്രി പുള്ളി ഇരുന്ന് പഠിച്ച് രാവിലെ കിടന്നിറങ്ങും. അങ്ങനല്ല, 9 മണിക്ക് കയറണം. നൈറ്റ് ബാച്ച് ഇറങ്ങി അവർക്ക് 1 മണി വരെ ഇരിക്കുക, പിന്നെ 9 മണി വരെ 9 മണിക്ക് ക്ലാസ് കയറിയാൽ മതി. അങ്ങനെയാണ്. അതിപ്പം പലവരും ഡിപ്പെൻഡ് ചെയ്യും. അത് സമയമൊന്നും കറക്റ്റ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കിടന്നിട്ട് നേരത്തെ നീറ്റാലേ പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കിയൊരു ശീലം ഉണ്ടാവില്ലേ, അത് മാക്സിമം നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. മെയിനായിട്ട് കളിച്ച് നടക്കരുത്, അത്ര. രാത്രി ഇപ്പം നിങ്ങൾ 6 hours കണ്ടിന്യൂസ് സ്ലീപ്പ് ഉറപ്പുവരുത്താന്നുള്ള അല്ലാണ്ട് അത് കറക്റ്റ് 5 മണിക്ക് തന്നെ ആയിരിക്കണം ബെറ്റർ ആണെന്നില്ല. പക്ഷെ അത് രാവിലെ 7-8 മണിയൊന്നും കഴിഞ്ഞ് പോകാൻ പറ്റില്ല എന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി പഠിക്കുന്ന എല്ലാവരും 4-4:30 നീക്കണം എന്നുള്ള കൺസെപ്റ്റ് റെഡി ഒന്നുമല്ല. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കണ്ടിന്യൂസ് ആയി 6 hours ഉറങ്ങുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുന്നു.